ശതാബ്ദിയുടെ സന്ദർഭത്തിൽ പുതുതായി നിലവിൽ വരുന്ന രാജ്യത്തിന് എന്തു പേരാണ് വേണ്ടത് എന്നത് ഭരണഘടനാ അസംബ്ലിയിൽ ഗൗരവപൂർവം ആലോചന ഉണ്ടായിരുന്ന വിഷയങ്ങളിലൊന്നാണ്. പല പേരുകൾ നിർദ്ദേശിക്കപ്പെട്ടിരുന്നു. ഭാരതം എന്ന പേരുണ്ട്, ഭാരതവർഷം എന്ന പേരുണ്ട്, ഹിന്ദു എന്ന പേരുണ്ട്, ഹിന്ദുസ്ഥാൻ എന്ന പേരുണ്ട്, ഇന്ത്യ എന്ന പേരുണ്ട്. ഇങ്ങനെ പല പേരുകൾ ഭരണഘടനാ അസംബ്ലിയിൽ വന്നു. അതിൽ ആദ്യം പറഞ്ഞ പേരുകളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഉപേക്ഷിക്കപ്പെടുകയും അവസാനം 3 പേരുകൾ അവശേഷിക്കുകയും ചെയ്തു. ഹിന്ദുസ്ഥാൻ, ഇന്ത്യ, ഭാരതം എന്നീ 3 പേരുകൾ. ഹിന്ദുസ്ഥാൻ എന്ന പേരിനും ഏറെയൊന്നും പരിഗണന കിട്ടിയില്ല. അതൊരു മതസൂചന ഉൾക്കൊള്ളുന്നുണ്ട് എന്നതുകൊണ്ടും പാകിസ്ഥാൻ എന്നതിൻ്റെ ഒരു ബദൽ പോലെയായിത്തീരും എന്നതുകൊണ്ടും ആ പേര് വളരെ പെട്ടെന്ന് തന്നെ ആലോചനകളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. അവശേഷിച്ച പേരുകൾ ഇന്ത്യ എന്നതും ഭാരതം എന്നതുമാണ്. ഇതിലേത് പേരാണ് വേണ്ടത് എന്നതിനെക്കുറിച്ച് ദീർഘമായ ചർച്ചകൾ നടക്കുകയും അവസാനം അംബേദ്കർ നിർദ്ദേശിച്ച ഒരു ആശയം ഇന്ത്യ അഥവാ ഭാരതം എന്ന പേരിലേക്ക് അത് എത്തിച്ചേരുകയും ചെയ്തു. നമ്മുടെ ഭരണഘടനയുടെ 1ാമത്തെ ആർട്ടിക്കിൾ ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെ ഒരു വാക്യത്തിലാണ്: ഇന്ത്യ അഥവാ ഭാരതം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയനാണ്. ഭാരതം അഥവാ ഇന്ത്യ എന്നാക്കണം എന്ന് HV കാമത്ത് അന്ന് ഭേദഗതി കൊണ്ടുവരുന്നുണ്ട്. ആ ഭേദഗതി പക്ഷേ അംഗീകരിക്കപ്പെട്ടില്ല. എന്തുകൊണ്ടാണ് ഇന്ത്യ എന്ന പേര്, എന്തുകൊണ്ട് ഭാരതമല്ല എന്നത് ഒരു നിലയ്ക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ ഇന്ത്യൻ ഭരണഘടനയും ദേശീയ പ്രസ്ഥാനവും വിഭാവനം ചെയ്ത ഒരു രാഷ്ട്രസങ്കല്പത്തോട് എങ്ങനെയാണ് ഈ പേരുകൾ ബന്ധപ്പെടുകയോ ബന്ധപ്പെടാതിരിക്കുകയോ ചെയ്യുന്നത് എന്നതുകൂടി ഈ പേരിൻ്റെ പിന്നിൽ ഉണ്ട്. ഇതൊരു പേരിൻ്റെ മാത്രം പ്രശ്നമല്ല. ആ പേരിലൂടെ സൂചിതമാകുന്ന സാമൂഹ്യ ജീവിതത്തെയും രാഷ്ട്ര സ്വരൂപത്തെയും കുറിച്ചുള്ള ആലോചനകളും ആ പേരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്കൊക്കെ അറിയുന്നത് പോലെ ഇന്ത്യ എന്ന പേര് തീർത്തും ഇന്ത്യനല്ല. അതൊരു നല്ല ആശയമാണ്. അതുകൊണ്ട് നിങ്ങളുടേതെന്ന് പറയുന്നത് നിങ്ങളുടേത് മാത്രമല്ല എന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല സൂചനകളിലൊന്ന് ഈ പേര് അങ്ങനെ ഭാരതീയമായ ഒരു പേരല്ല എന്നതാണ്. അത് സിന്ധു എന്ന പദത്തിൽ നിന്ന് ഗ്രീക്കുകാർ ഇൻഡസ് എന്ന പദം ഉണ്ടാക്കുകയും ഇൻഡിക്ക എന്ന് ഗ്രീക്കിൽ പ്രചാരത്തിലെത്തുകയും ഒക്കെ ചെയ്ത ഒരു പേരാണ്. സിന്ധു എന്ന നദിയുടെ പേരായിട്ട് ഇൻഡസ് എന്ന പേര് ഉപയോഗിച്ചിരുന്നു. ഒപ്പം തന്നെ സിന്ധു നദിയുടെ കീഴ്ത്തട്ടിലെ പ്രദേശങ്ങളെ, നദീതട പ്രദേശങ്ങളെയും ഇൻഡസ് എന്ന പേരിൽ സൂചിപ്പിച്ചിരുന്നു. അതാണ് സിന്ധ് എന്ന പേരിൽ പാകിസ്ഥാനിൽ ഇപ്പോൾ ഉള്ളത്, അവിഭക്ത ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഇങ്ങനെ ഒരു പ്രദേശ സൂചനയായി വന്ന ഇൻഡസ് ഏതാണ്ട് ക്രിസ്തുവിന് മുമ്പ് 6ാം നൂറ്റാണ്ടായപ്പോഴേക്കും ഗ്രീക്ക് ഭരണാധികാരികളുടെ ബന്ധങ്ങളിൽ വരികയും ഡാരിയസ് 1ാമൻ്റെ കാലത്ത് ക്രിസ്തുവിന് മുമ്പ് 6ാം നൂറ്റാണ്ടിൽ തന്നെ ഇൻഡസ് എന്ന വാക്ക് ഗ്രീക്ക് പാരമ്പര്യത്തിൻ്റെ ഭാഗമായി തീർന്നു. സിന്ധു തീരപ്രദേശങ്ങളെ കുറിക്കാനായിട്ട് അക്കാലം മുതൽ ഇൻഡസ് എന്ന വാക്ക് ഉപയോഗിച്ച് തുടങ്ങി. ഏഷ്യ മൈനറിലെ ഗ്രീക്ക് ഭാഷയുടെ സവിശേഷമായ പ്രയോഗത്തിൽ എച്ച് എന്നത് പതിയെ പതിയെ സൈലൻ്റായി തീരുകയും അത് ഇൻഡസ് എന്ന പേരിലേക്ക് ഹിന്ദു എന്ന പേര് തിരിഞ്ഞെത്തുകയുമാണ് ചെയ്തത്. സിന്ധുവിനെ ഹിന്ദു എന്ന് പ്രാചീന പേർഷ്യക്കാർ തെറ്റായി ഉച്ചരിച്ചതാണ് ഈ വാക്കിൻ്റെ ഉത്ഭവത്തിൻ്റെ ഒരു ചരിത്രം. ആ ഹിന്ദു എന്ന വാക്കിൽ നിന്ന് സൈലൻ്റായി പോയ എച്ചിനെ മാറ്റിയിട്ടാണ് ഇൻഡസ് എന്ന വാക്ക് ഗ്രീക്കിലെത്തുകയും അവിടെ നിന്ന് അത് പിന്നെ ഇന്ത്യയെ മൊത്തത്തിൽ സൂചിപ്പിക്കുന്ന ഒരു പദമായി തീരുകയും ചെയ്യുന്നുണ്ട്. ഹെറഡോട്ടസിൻ്റെ രചനകളിൽ തന്നെ ഇൻഡസ് എന്നത് സ്ഥലസൂചകമായി ഉപയോഗിക്കുന്നുണ്ട്. മെഗസ്തനീസിൻ്റെ കാലമാകുമ്പോഴേക്കും അത് സിന്ധു നദിയുടെ തീരപ്രദേശം എന്നതിനപ്പുറം ദക്ഷിണേന്ത്യ അടക്കമുള്ള ഭൂപ്രദേശങ്ങളെ കുറിക്കുന്ന ഒരു സ്ഥല സൂചകമായ ഒരു പദമായി ഇൻഡസ് എന്ന പദം മാറിത്തീരുകയും ചെയ്തു. ഇതിൽ നിന്ന് നിഷ്പന്നമായതാണ് ഇന്ത്യ എന്ന വാക്ക്. അതുകൊണ്ട് ഇന്ത്യ എന്ന വാക്കിലേക്ക് നോക്കുന്ന സമയത്ത് വാസ്തവത്തിൽ അതിൽ മനുഷ്യവംശത്തിൻ്റെ ചരിത്രത്തിലെ കൊടുക്കൽ വാങ്ങലുകൾ ദീർഘമായി പതിഞ്ഞു കിടപ്പുണ്ട് എന്ന് കാണാം. സിന്ധു നദിയുണ്ട്,
പേർഷ്യക്കാരതിന് നൽകിയ പ്രത്യേകമായ ഒരു പേരുണ്ട്. ആ പേരിന് കൈവന്ന ഗ്രീക്ക് ഭാഷാന്തരമുണ്ട്. അത് ലത്തീനിലേക്ക് പോയതിൻ്റെ ചരിത്രമുണ്ട്. അത് ഇന്ത്യയായി ഇവിടേക്ക് തിരിച്ചു വന്നതിൻ്റെയും ചരിത്രമുണ്ട്. അതുകൊണ്ട് ഒരു വാക്കിൽ നോക്കുമ്പോൾ വിജയമാഷ് പണ്ട് പറയും, മനുഷ്യർ ചരിത്രം കുറിച്ചിടുന്നത് സാധനങ്ങളായും മണ്ണിൻ്റെ അടിയിൽ മാത്രമല്ല, വാക്കുകളിൽ അർത്ഥങ്ങളായും ആശയങ്ങളായും കുറിച്ചിടുന്നു. അങ്ങനെ ഇന്ത്യ എന്ന വാക്കിലേക്ക് നോക്കിയാൽ ഒരുപക്ഷെ ഇന്ത്യയെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയം നമുക്കതിൽ നിന്ന് ലഭ്യമാകും. അത് തനതായി പൊട്ടിക്കിളിർത്തു വന്ന, ഇവിടെ ജനിച്ച് ഇവിടെ തന്നെ വളർന്ന് ഇവിടെ തന്നെ പൂർത്തിയായ ഒരു ജീവിത ബന്ധത്തിൻ്റെ പേരായിട്ടല്ല, മറിച്ച് ഒരുപാട് കൊടുക്കൽ വാങ്ങലുകൾ ഉള്ളടങ്ങി നിൽക്കുന്ന ഒരു സംജ്ഞയായിട്ടാണ് ഇന്ത്യ എന്ന വാക്ക് നിലനിൽക്കുന്നത്. ഭാരതം എന്നതാകട്ടെ ആ കൊടുക്കൽ വാങ്ങലുകളെ വലിയ തോതിൽ ഉൾക്കൊള്ളാത്തതും സവിശേഷമായ മതാത്മക സൂചനകൾ ഉള്ളതുമായ ഒരു പദം എന്ന നിലയിലാണ് ഇന്ത്യ അഥവാ ഭാരതം എന്ന് ഭരണഘടന അതിൻ്റെ ഒന്നാമത്തെ ആർട്ടിക്കിളിൽ ഈ രാജ്യത്തിൻ്റെ പേര് നിശ്ചയിച്ചത്. അതുകൊണ്ടൊരു പേര് ചെറിയൊരു കാര്യമല്ല, അത് ഒരു രാഷ്ട്രം എന്താണ് എന്നതിനെ കുറിച്ചുള്ള മൗലികമായ ചില സൂചനകളെ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് പറയാം. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലത്താണ് ഇന്ത്യ ആസ് ആൻ ഐഡിയ എന്ന പ്രയോഗം വികസിച്ചു വന്നത്. ഇന്ത്യ എന്ന ആശയം, ഇന്ത്യ ഒരു ആശയമാണോ ഇന്ത്യ ഒരു ഭൂപ്രദേശമാണോ എന്നത് ഇതിൽ അടങ്ങിയിരിക്കുന്ന മറ്റൊരു ചോദ്യമാണ്. ഇന്ത്യയെ ഒരു ഭൂപ്രദേശമായി മനസ്സിലാക്കുന്നവരുണ്ട്, ഒരു അതിർത്തിയായിട്ടും ഈ അതിർത്തിക്കകത്ത് പാർക്കുന്നവരായിട്ടും ആ അതിർത്തിക്കകത്തുള്ള സാമൂഹ്യ ജീവിതത്തിൻ്റെയും സാധന സാമഗ്രികളുടെയും ആകത്തുകയായിട്ടും ഇന്ത്യയെ മനസ്സിലാക്കാം. ഒരു ടെറിട്ടോറിയൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഇന്ത്യ എന്നത് മനസ്സിലാക്കാം. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് ഇന്ത്യ എന്നതിന് വളരെ വ്യത്യസ്തമായ മറ്റൊരു വീക്ഷണരീതി അതേക്കുറിച്ച് രൂപപ്പെട്ടു വരുന്നുണ്ട്. അതിനെ സൂചിപ്പിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ത്യ എന്ന ആശയം എന്ന് പറയുന്നത്. അത് ഒരു ഭൂപ്രദേശത്തിൻ്റെ പേരല്ല, മറിച്ച് ആ ഭൂപ്രദേശത്ത് നിലവിൽ വരേണ്ട സാമൂഹ്യ ജീവിതത്തെയും അതിൻ്റെ ആന്തരികമായ ക്രമീകരണങ്ങളെയും കുറിച്ചുള്ള ഒരു ധാരണയുടെ കൂടി പേരാണ്. ലളിതമായിട്ട് പറഞ്ഞാൽ ജനാധിപത്യപരവും മതനിരപേക്ഷവും ബഹുസ്വരവും നീതിനിഷ്ഠവുമായ ഒരു സമൂഹം എന്ന ആശയത്തെ ഉള്ളടക്കിക്കൊണ്ടാണ് ഇന്ത്യ എന്ന വാക്ക് നിലനിൽക്കുന്നത്. ഇന്ത്യ എന്ന ആശയം എന്ന് പറയുമ്പോൾ ഒരു ഭൂമിശാസ്ത്രപരമായ സംജ്ഞ എന്നതിനപ്പുറം സാമൂഹികമായ ഒരു സൂചകം എന്ന നിലയിലേക്ക് ആ വാക്ക് വികസിച്ചു വരുന്നുണ്ട് എന്ന കാര്യം കൂടി നാം ഇവിടെ ഓർമ്മിക്കേണ്ടത്. ഈ ഓർമ്മയില്ലെങ്കിൽ വാസ്തവത്തിൽ ഇന്ത്യ എന്ന് പറയുന്നത് ചിരപുരാതനമായ ഒരു ഭൂപ്രദേശത്തിൻ്റെ പല കാലങ്ങളായി തുടരുന്ന ഒരു പേര് മാത്രമാണ് എന്ന ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകും. ഒരു പേരിന് പല അർത്ഥങ്ങൾ ഉണ്ടാകാം. ഐക്യകേരള പ്രസ്ഥാനം വികസിച്ചു വന്ന സമയത്ത് ഐക്യ കേരളം എന്നതിനു വേണ്ടി കേരളത്തിൽ വലിയ വാദഗതികൾ ഉയർന്ന സമയത്ത് അതിനെതിരെ നിലകൊണ്ട ശക്തികളും താരതമ്യേന ശക്തമായിരുന്ന ഒരു സമയത്താണ് കൊച്ചി മഹാരാജാവ് ഐക്യ കേരളത്തിന് വേണ്ടി തൻ്റെ അധികാരാവകാശങ്ങളൊക്കെ ഉപേക്ഷിക്കാൻ തയ്യാറാണ് എന്ന ഒരു പ്രഖ്യാപനം നടത്തുന്നത്. അതിൻ്റെ പേരിൽ അദ്ദേഹം വലിയ തോതിൽ അഭിനന്ദിക്കപ്പെട്ടു. കേരളത്തിലെ പ്രധാനപ്പെട്ട പത്രങ്ങളിലൊന്ന് കൊച്ചി രാജാവിനെ ഐക്യ കേരള തമ്പുരാൻ എന്നെല്ലാം വിശേഷിപ്പിക്കുകയും ചെയ്തു. അന്ന് ഐക്യകേരള പ്രസ്ഥാനത്തിൻ്റെ നേതൃനിരയിലുണ്ടായിരുന്ന ഐക്യകേരളം എന്ന ആശയത്തെ മുൻനിർത്തി കേരള ചരിത്രത്തിൽ നിർണായകമായ 2 ഗ്രന്ഥങ്ങൾ രചിച്ച EMS നമ്പൂതിരിപ്പാട് 1946 1.25 കോടി മലയാളികളും പിന്നീട് കേരളം മലയാളികളുടെ മാതൃഭൂമിയും രചിച്ച EMS നമ്പൂതിരിപ്പാട് പക്ഷേ കൊച്ചി മഹാരാജാവിൻ്റെ ഐക്യകേരള പ്രഖ്യാപനത്തെ നിശിതമായി വിമർശിക്കുന്ന ഒരു ലേഖനക്കാലത്ത് എഴുതേണ്ടായി. ആ ലേഖനത്തിൻ്റെ ശീർഷകം വളരെ കൗതുകമുള്ളതാണ്. കൊച്ചി രാജാവിൻ്റെ ഐക്യകേരള പ്രഖ്യാപനം ബ്രിട്ടീഷ് കമ്മട്ടത്തിലടിച്ച കള്ളനാണയം എന്നതായിരുന്നു. എന്തുകൊണ്ടാണ് ഐക്യകേരളത്തിന് വേണ്ടിയുള്ള വലിയ ഒരു പ്രസ്ഥാനം നയിക്കുന്ന ഒരു നേതാവ് രാജാവ് ഐക്യകേരളത്തിന് വേണ്ടി തൻ്റെ സ്ഥാനമാനങ്ങൾ ഒഴിയാം എന്ന് പറയുമ്പോൾ അതിനെതിരെ ഇത്ര നിശിതമായ വിമർശനവുമായി രംഗത്തെത്തുന്നത് എന്നത് ചരിത്രത്തിലെ ഒരു കൗതുകമായി വേണമെങ്കിൽ തോന്നാം. EMS ആ ലേഖനത്തിൽ അക്കാര്യം വിശദീകരിക്കുന്നുണ്ട്. അതെന്തെന്ന് വെച്ചാൽ കൊച്ചി രാജാവിൻ്റെ ഐക്യകേരള പ്രഖ്യാപനത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ചിരപുരാതനമായ കേരള സംസ്കാരത്തിൻ്റെ മൂല്യങ്ങളെല്ലാം നിലനിൽക്കുന്നതും പരമ്പരാഗതമായ ചേരവാഴ്ചയുടെ തുടർച്ചയായിരിക്കുന്നതുമായ ഒന്നാണ് ഐക്യകേരളം എന്നാണ് EMS നടത്തിയ വിശദീകരണം. ഐക്യകേരളം എന്ന ആശയത്തിന് എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടാകണമെങ്കിൽ അത് പരമ്പരാഗതമായ കേരളീയ മൂല്യങ്ങളെന്ന് നാം പറയുന്ന ജാതിജന്യ നാടുവാഴി മേധാവിത്വത്തിൻ്റെ എല്ലാ അവശിഷ്ടങ്ങളെയും കടപറിച്ച് കളയുന്നതും
പരമ്പരാഗതമായ ചേരവാഴ്ചയുടെ എല്ലാ ബന്ധങ്ങളിൽ നിന്നും മുക്തമായതുമായ ഒരു ആധുനിക ജനാധിപത്യ സമൂഹമായിരിക്കണം. അതുകൊണ്ട് ഐക്യകേരളമെന്ന് കൊച്ചി രാജാവും പറയുന്നു, ഐക്യകേരളമെന്ന് EMS പറയുന്നു എന്നതുകൊണ്ട് രണ്ടും ഒന്നാണ് എന്ന് നാം ധരിച്ചുകൂടാ. ഇതുപോലെ ഇന്ത്യൻ ദേശീയത എന്നോ ഭാരതമെന്നോ ഇന്ത്യ എന്നോ ഒക്കെ പറയുന്ന സമയത്ത് ഓരോ ചരിത്രഘട്ടത്തിലും അതിൽ സന്നിഹിതമാകുന്ന സവിശേഷമായ ആശയങ്ങളുണ്ട് എന്നും ഈ സവിശേഷമായ ആശയങ്ങളെ കൂടി ചേർത്ത് വെച്ചാണ് നാം ഇതിനെ മനസ്സിലാക്കേണ്ടത് എന്നുമുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ ഇന്ത്യ ആസ് ആൻ ഐഡിയ, ഇന്ത്യ എന്ന ആശയം എന്നതിനെ ഇന്ത്യ ചരിത്ര വിജ്ഞാനവുമായി ബന്ധിപ്പിച്ച് പരിശോധിക്കാനും ചില ആശയങ്ങൾ അവതരിപ്പിക്കാനുമാണ് ഞാൻ മുഖ്യമായിട്ടും ശ്രമിക്കുന്നത്. ഇന്ത്യ എന്ന ആശയത്തിലേക്കുള്ള ഇന്ത്യയുടെ സഞ്ചാര പഥം വളരെ സങ്കീർണമാണ്, ധാരാളം വൈരുദ്ധ്യങ്ങളുള്ളതാണ്. ഇപ്പോൾ 19ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ ഇന്ത്യയിലെ ദേശീയത എന്ന ആശയം പിറവിയെടുത്തത് മുതൽ 947 സ്വാതന്ത്ര്യപ്രാപ്തി വരെയുള്ള ഒരു നൂറ്റാണ്ടിനിടയിൽ ദേശീയതയും അതിനെ മുൻനിർത്തുന്ന ഇന്ത്യയെക്കുറിച്ചുള്ള വിഭാവനവും പല പരിവർത്തനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. സമൃദ്ധിയായിട്ട് പറയട്ടെ, 19ാം നൂറ്റാണ്ടിലൊന്നുമല്ല ഇന്ത്യൻ ദേശീയത ഉടലെടുത്തത്. അതിന് 5000 വർഷം പഴക്കമുണ്ടെന്ന് കരുതുന്ന ആളുകളുണ്ട്. അവരെക്കുറിച്ച് നമുക്കൊന്നും ചെയ്യാൻ നിർവാഹമില്ലാത്ത ഒരു ഏർപ്പാടാണ്. കാരണം ദേശീയത എന്ന് പറയുന്നതിനെ ചരിത്രാതീതമായ ഒരു കേവല മൂല്യമായി സങ്കല്പിച്ചുകൊണ്ട് രാഷ്ട്രം ചിരപുരാതനമാണ് എന്നെല്ലാം പറഞ്ഞാൽ സാമൂഹ്യശാസ്ത്രത്തിൻ്റെയോ ചരിത്രത്തിൻ്റെയോ ഒരു പിന്തുണയും അതിന് കിട്ടില്ല. അത് ഒരു അഭിലാഷമാണ്. ഈ അഭിലാഷം ഇന്ന് ഇന്ത്യയിൽ വളരെ ശക്തവുമാണ്. ഞാൻ അതേക്കുറിച്ചല്ല പറയുന്നത്. 19ാം നൂറ്റാണ്ടിൻ്റെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പരിണാമ ചരിത്രം ഏറ്റവും വിശദമായി പരിശോധിച്ച ഒരു സാമൂഹ്യ ചരിത്രകാരൻ ഡോക്ടർ AR ദേശായി, അദ്ദേഹം ഇന്ത്യയുടെ ദേശീയതയുടെ പരിണാമ ചരിത്രത്തിൽ 4-5 വ്യത്യസ്ത ഘട്ടങ്ങൾ കണ്ടെത്തുന്നുണ്ട്. അതിലൊന്നാമത്തെ ഒരു സന്ദർഭമായിട്ട് അദ്ദേഹം കാണുന്നത് 19ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയ 1857 ഇന്ത്യയിൽ സർവകലാശാലകൾ നിലവിൽ വന്നു. ആ സർവകലാശാലകളിൽ വിദ്യാഭ്യാസം നേടിയ കോളേജുകളിലൊക്കെ പഠിച്ച അഭ്യസ്തവിദ്യരായ ഒരു മധ്യവർഗ ബുദ്ധിജീവി വിഭാഗം 19ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയോടെ രൂപപ്പെടുകയും ജനാധിപത്യം, സ്വാതന്ത്ര്യം, സമത്വം, ആധുനിക രാഷ്ട്രം, ഭരണകൂടം തുടങ്ങിയ ആശയങ്ങളുമായി അവർ വലിയ തോതിൽ പരിചയം നേടിയ പശ്ചാത്തലത്തിൽ തങ്ങൾ ആർജിച്ച പുതിയ സാമൂഹ്യ രാഷ്ട്രീയ വിജ്ഞാനവുമായി ചേർത്തുവച്ച് ഇന്ത്യയെ മനസ്സിലാക്കാനുള്ള ശ്രമം ആരംഭിക്കുന്നു. ഇങ്ങനെ ഇന്ത്യൻ മധ്യവർഗ ബൗദ്ധികതയുടെ ആശയമണ്ഡലത്തിലാണ് വാസ്തവത്തിൽ ദേശീയത എന്ന സങ്കല്പം ആദ്യം രൂപപ്പെട്ട് വരുന്നത്. അതിനപ്പുറം അതിന് ഒരു ഭൗതികമായ വലിയൊരടിസ്ഥാനം വാസ്തവത്തിൽ ഇല്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഉന്നയിക്കാവുന്ന ഒരു ചെറിയ ചോദ്യമുള്ളത്, ഒരുപക്ഷെ ഇവിടെ ഉന്നയിക്കാവുന്ന ഒരു ചോദ്യമുള്ളത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് നാം വിളിക്കുന്ന പ്രക്ഷോഭങ്ങൾ, അല്ലെങ്കിൽ പഴശ്ശിയും വേലുത്തമ്പി അടക്കമുള്ള ആളുകൾ ഇവിടെ നടത്തിയ സമരങ്ങൾ, ഇതൊക്കെ ദേശീയ സ്വാതന്ത്ര്യത്തിൻ്റെയോ ദേശീയ പാരമ്പര്യത്തിൻ്റെയോ ഭാഗമല്ലേ എന്നൊരു ചോദ്യം വേണമെങ്കിൽ ഉന്നയിക്കാം. നിശ്ചയമായും ആ സമരങ്ങളെയും അതിൽ ചൊരിഞ്ഞ രക്തത്തെയും അവരുടെ സമർപ്പണത്തെയും ഒക്കെ നാം മാനിക്കേണ്ടതുണ്ട് എന്നിരിക്കെ തന്നെ ഇതൊന്നും ആധുനികമായ ദേശീയാവബോധത്തിൻ്റെ ആവിഷ്കാരങ്ങളല്ല എന്ന കാര്യം നാം ഓർക്കുക തന്നെയാണ് വേണ്ടത്. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ പഴശ്ശി രാജാവിൻ്റെ ഇങ്ങേ തലക്കിലുള്ള ഒരാളാണ് കേളപ്പനെന്ന് തോന്നും. ഝാൻസി റാണിയുടെ പിൽക്കാലത്തെ ഒരു വലിയ നേതാവാണ് മഹാത്മാഗാന്ധി എന്ന് തോന്നും. അങ്ങനെയല്ല, അവ തമ്മിൽ നിർണായകമായ അകലങ്ങളുണ്ട്. രണ്ടു കൂട്ടരും ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തിരുന്നു എന്ന് ശരിയാണ്. പക്ഷേ രണ്ടിൻ്റെയും താല്പര്യങ്ങൾ വ്യത്യസ്തമാണ്, രണ്ടിലും പങ്കുചേർന്ന സാമൂഹ്യ ശക്തികൾ വ്യത്യസ്തമാണ്, രണ്ടിൻ്റെയും ഫലങ്ങളും വ്യത്യസ്തമാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ മുഴുവൻ ഇവിടെ പറയുന്നില്ല. അതുകൊണ്ട് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരൊറ്റ മൂല്യമോ ഒരൊറ്റ ലക്ഷ്യം പോലുമോ ആയിരുന്നില്ല എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് കൂടുതൽ ഓർക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഘട്ടത്തിൽ രണ്ടാം വട്ട സമ്മേളനത്തിന് പുറപ്പെടുന്നതിന് മുമ്പാണ് അംബേദ്കറും ഗാന്ധിയും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുന്നത്. അപ്പോൾ അംബേദ്കറോട് ഗാന്ധി പറയുന്നുണ്ട്, താങ്കളുടെ ശ്രമങ്ങൾ നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം വൈകിപ്പിച്ചേക്കും, തടസ്സപ്പെടുത്തിയേക്കും എന്ന് പറഞ്ഞ സമയത്ത് അംബേദ്കർ ഗാന്ധിയോട് പറഞ്ഞത്, മിസ്റ്റർ ഗാന്ധി, വി ഡോണ്ട് ഹാവ് എ മദർലാൻഡ്, ഞങ്ങൾക്കൊരു മാതൃരാജ്യം ഇല്ല എന്നതാണ്. ഇത് ഇന്ത്യയുടെ മറ്റൊരു പ്രശ്നമാണ്. കാരണം സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പോകുന്നതാണോ, സാമൂഹ്യ ജീവിതത്തിൽ നിന്ന് ജാതി പോകുന്നതാണോ എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്.
അതുകൊണ്ട് സ്വാതന്ത്ര്യം എന്നതിൻ്റെ ലക്ഷ്യം പോലും ഒന്നല്ലാതായിരിക്കെ സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥമോ സ്വാതന്ത്ര്യത്തിലേക്കുള്ള സഞ്ചാരപഥങ്ങളോ ഒരു നൂറ്റാണ്ടിനിടയിൽ ഒന്നു മാത്രമായിരുന്നു, ഒരേ വഴിയായിരുന്നു എന്ന് നാം ധരിക്കേണ്ടതില്ല. മറിച്ച് പല പടവുകളും പല പ്രകാരങ്ങളും പിന്നിട്ടാണ് ഇന്ത്യ എന്ന ആശയത്തിലേക്ക് ഇന്ത്യൻ ദേശീയത പരിണമിച്ചെത്തിയത്. അതിലാദ്യത്തെ പടവ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഭ്യസ്തവിദ്യമായ ഒരു മധ്യവർഗ ബൗദ്ധിക സമൂഹത്തിൻ്റെ ഒരു ആശയപ്രപഞ്ചത്തിൽ ഇന്ത്യയെക്കുറിച്ചുള്ള ആശയാവലികൾ വേരുപിടിക്കാൻ തുടങ്ങുകയും ഒരു രാഷ്ട്രം എന്ന നിലയ്ക്ക്, ആധുനിക രാഷ്ട്രം എന്ന നിലയ്ക്ക് ഇന്ത്യയിലെ മധ്യവർഗ ബൗദ്ധികത ഇന്ത്യയെ മനസ്സിലാക്കാൻ പഴയ രാജവാഴ്ചയിൽ നിന്നും തിയോക്രാറ്റിക് സ്റ്റേറ്റുകളിൽ നിന്നും ഒക്കെ വ്യത്യസ്തമായി ഒരു ആധുനിക റിപ്പബ്ലിക് എന്ന നിലയിൽ ഇന്ത്യയെക്കുറിച്ചുള്ള ആലോചനകൾ രൂപപ്പെടുത്താൻ ഇന്ത്യയിലെ ബുദ്ധിജീവി വിഭാഗം തയ്യാറാകുന്നതാണ് ദേശായി കാണുന്ന ഒന്നാമത്തെ ഘട്ടം. രണ്ടാമത്തെ ഘട്ടം 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടങ്ങളിലുമുള്ളതാണ്. അത് ഇന്ത്യയിലെ വാണിജ്യ മുതലാളിത്തം ചുങ്കങ്ങളെയും ടാക്സേഷനെയും ചൊല്ലി ബ്രിട്ടീഷ് ഭരണകൂടവുമായി വൈരുദ്ധ്യത്തിൽ എത്തുകയും ഇന്ത്യൻ മുതലാളിത്തത്തിൻ്റെ സാമൂഹ്യ വളർച്ചയ്ക്ക് വിഘാതമാകുന്ന ബ്രിട്ടീഷ് നികുതി നയങ്ങൾക്കെതിരെ ഇന്ത്യയുടെ ദേശീയതാ സങ്കല്പത്തെ തങ്ങളുടെ വാണിജ്യ താല്പര്യങ്ങളുമായി കൂട്ടിയിണക്കുന്ന ഒരു പുതിയ വീക്ഷണഗതി വികസിച്ചു വരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ഘട്ടം. രണ്ടാമത്തെ ഘട്ടത്തിൻ്റെ സവിശേഷത ഇന്ത്യൻ സാമൂഹ്യ ജീവിതത്തിലെ തന്നെ ഒരു സാമൂഹ്യ വർഗത്തിൻ്റെ ഭൗതിക ആവശ്യങ്ങളുമായി അതിന് ബന്ധം വരുന്നു എന്നതാണ് ദേശീയതാ സങ്കല്പത്തിന്. അതിനു മുമ്പുള്ളതിൽ പ്രത്യേകിച്ചൊരു ഭൗതിക അടിസ്ഥാനമോ അല്ലെങ്കിൽ സവിശേഷമായൊരു രാഷ്ട്രീയ ഉള്ളടക്കമോ എന്നതിനപ്പുറം ദേശീയതയെക്കുറിച്ചുള്ളൊരു വിഭാവനം എന്നതാണ് ഒന്നാം ഘട്ടത്തിലുള്ളതെങ്കിൽ രണ്ടാം ഘട്ടം ദേശീയതാ സങ്കല്പം ഇന്ത്യയിലെ വാണിജ്യ മുതലാളിത്തത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക ആവശ്യങ്ങളോട് കൂടുതൽ കണ്ണിചേരുന്നതാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഈ രണ്ട് ഘട്ടങ്ങൾക്കും പൊതുവിലുള്ളൊരു സവിശേഷതയുണ്ട്. അത് ഈ രണ്ട് ഘട്ടങ്ങളിലും ദേശീയത എന്നത് വളരെ ചുരുക്കം വരുന്ന ജനവിഭാഗത്തിനും മഹാഭൂരിപക്ഷത്തിനും ബന്ധമൊന്നുമില്ലാത്ത ഒരാശയ പ്രപഞ്ചമായിട്ടാണ് നിലനിന്നത് എന്നതാണ്. അതിൽ വ്യത്യാസമുള്ളപ്പോൾ തന്നെ ഈ ഘടകം രണ്ട് ഘട്ടങ്ങൾക്കും പൊതുവിലുള്ളതാണ്. മൂന്നാമതൊരു ഘട്ടം എന്ന് പറയുന്നത് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ 2 പതിറ്റാണ്ടുകളാണ്. ലളിതമായി പറഞ്ഞാൽ സ്വദേശി പ്രസ്ഥാനം, ബാലഗംഗാധര തിലകൻ, ലാലാ ലജ്പത് റായി, ബിപിൻ ചന്ദ്രപാൽ അല്ലെങ്കിൽ രാംപ്രസാദ് ബിസ്മിലിനെയും മറ്റും പോലെയുള്ളവരുടെ നേതൃത്വത്തിൽ അരങ്ങേറിയ ഭീകര പ്രവർത്തനങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന വിധ്വംസകമായ ഇടപെടലുകൾ, അനുശീലൻ സമിതി പോലുള്ള സംഘടനകൾ, അരവിന്ദ ഘോഷിനെ പോലുള്ള ആളുകൾ, ഇതെല്ലാം ചേർന്ന കലങ്ങി മറിയുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷമാണ് മൂന്നാമത്തെ ഒരു ഘട്ടം. ഏതാണ്ട് 1920-കൾ വരെ നമുക്കിത് കാണാൻ പറ്റും. ഈ 20-കൾ വരെയുള്ള കാലഘട്ടത്തിലെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഇന്ത്യ എന്ന ആശയത്തിൻ്റെ സവിശേഷത രണ്ട് നിലയ്ക്ക് പറയാം. ഒന്ന്, ആദ്യത്തെ 2 ഘട്ടങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ നിലയിൽ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷ ആളുകളെയും സ്പർശിക്കുന്ന ഒരു രാഷ്ട്രീയ ആശയമായി ദേശീയ ഭാവന മാറിത്തീരുന്നു എന്നതാണ് ഒന്നാമത്തെ കാര്യം. അതൊരു അപ്പർ ക്ലാസ് ഇന്റലിജൻഷ്യൽ അണ്ടർസ്റ്റാൻഡിംഗ് അല്ല, അല്ലെങ്കിൽ മർക്കന്റൈൽ ബൂർഷ്വാസിയുടെ ഒരു എക്കണോമിക് ഡിമാൻഡ് അല്ല, മറിച്ച് ഇന്ത്യൻ ജനതയുടെ ഒരു പൊളിറ്റിക്കൽ ഡിമാൻഡ് എന്ന നിലയിലേക്ക് ദേശീയ ഭാവനയ്ക്ക് വികാസം കൈവരുന്നത് 20-കൾ വരെയുള്ള ഈ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ ദശകങ്ങളിലാണ്. ഇതിൻ്റെ വലിയ നേതാവായിരുന്നു ബാലഗംഗാധര തിലകൻ. ധാരാളം ഈ ഘട്ടത്തിൽ വരുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ജനകീയമായ ഒരു വ്യാപ്തിയും രാഷ്ട്രീയമായ ഉള്ളടക്കവും ദേശീയതയ്ക്ക് കൈവരുന്നു എന്നിരിക്കെ തന്നെ ഈ ഘട്ടത്തിലെ ദേശീയ ഭാവനയുടെ മൗലികമായ ഒരു ആന്തരിക വൈരുദ്ധ്യവും ഇതേ ഘട്ടത്തിൽ രൂപപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ ഇന്നും ഇന്ത്യയിൽ പ്രബലമായ സാമൂഹ്യ വൈരുദ്ധ്യങ്ങളുടെ വേര് ആ ഘട്ടത്തിലാണ് എന്നുകൂടി പറയാം. അത് ഇന്ത്യൻ ദേശീയതയെയും ഇന്ത്യ എന്ന രാഷ്ട്രത്തെയും മതാത്മകമായി ഭാവന ചെയ്യുന്ന ഒരു ക്രമം വികസിച്ചു വന്നു എന്നതാണ്. എന്താണ് ഇന്ത്യ എന്ന ചോദ്യത്തിന് തിലകന്റെ ഉത്തരം ഏതാണ്ട് അതൊരു ഹിന്ദു രാജ്യം എന്നതാണ്. ബിപിൻ ചന്ദ്രപാലോ ലാലാ ലജ്പത് റായോ അപൂർവം പേരുടെ മാറ്റി നിർത്തിയാൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിലെ ഇന്ത്യ എന്ന ഭാവന ഏറിയ പങ്കും മതപരമായൊരു ഭാവനയായിരുന്നു. മതത്തിൻ്റെ ആശയാവലികൾ വലിയ തോതിൽ ഉപയോഗിക്കപ്പെട്ടിരുന്നു. മതത്തെ മുൻനിർത്തുന്ന രാഷ്ട്രസങ്കല്പം ശക്തമായി വരികയും മതരാഷ്ട്രം എന്നത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ദേശീയതാ ഭാവനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിപ്പടമായി മാറുകയും ചെയ്യുന്നു.
അതുകൊണ്ട് ഈ മൂന്നാം ഘട്ടത്തിലെ ദേശീയതാ സങ്കല്പത്തിന് ഇന്ത്യ എന്ന ആശയത്തിനുള്ള മൗലികമായ സാധ്യതയും പരാധീനതയും സാധ്യതയാവലികളുമായി കൂട്ടിയിണക്കുക എന്നതാണ്. നിങ്ങൾ ഇന്ന് ഓർക്കേണ്ടതെന്നുണ്ട്, ഖിലാഫത്തിനെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാക്കാനുള്ള ഗാന്ധിയുടെ ശ്രമത്തോട് അക്കാലത്ത് ഏറ്റവും നിശിതമായി വിയോജിച്ച ഒരാള് മുഹമ്മദ് അലി ജിന്നയാണ്. ജിന്ന പറഞ്ഞിരുന്നത് ഇതൊരു മതരാഷ്ട്രത്തിന്റെ ആശയമാണ്, ദേശീയ പ്രസ്ഥാനത്തിന് അതുമായി യാതൊരു ബന്ധവുമില്ല എന്നതാണ്. പക്ഷെ ഗാന്ധി കരുതിയത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കിടയിലുള്ള അകലം പരിഹരിക്കാൻ ഏറ്റവും സഹായകമാകുന്ന ഒരു കാര്യമാണ് ഇത്. അതുകൊണ്ട് ഈ ഒരു ഐക്യം രൂപപ്പെടുത്താൻ ഇത് സഹായിച്ചേക്കുമെന്നാണ് കരുതിയത്. അത് ഭരിച്ചില്ല, അത് മറ്റൊരു കാര്യം. പിന്നീട് അദ്ദേഹം 40കളിൽ ഇതേ ലക്ഷ്യത്തോടെ മറ്റൊരു ശ്രമം നടത്തിയത് ഹിന്ദുസ്ഥാനി എന്ന ഭാഷയെ ഇന്ത്യയുടെ ദേശീയ ഭാഷയാക്കി മാറ്റാനുള്ള ഇടപെടലിലൂടെയാണ്. തദ്ദേശീയ ഹിന്ദിയും ഉറുദുവും കൂടിക്കലർന്നുണ്ടായ ഹിന്ദുസ്ഥാനി ഇന്ത്യൻ ദേശീയതയുടെ ഭാഷയായി തീർന്നാൽ അത് ഹിന്ദു മുസ്ലിം വിഭജനത്തിനെതിരായ ശക്തമായ ഒരു പ്രതിരോധമായി മാറും എന്നൊരു തോന്നല് ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നു. ഈ രണ്ട് ശ്രമങ്ങളും വിജയിച്ചില്ല, പക്ഷേ ഗാന്ധിജിക്ക് ഉത്കണ്ഠകൾ ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഒരു അടയാളം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. 20കൾ മുതൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിനും ദേശീയത എന്ന ആശയത്തിനും വരുന്ന സുപ്രധാനമായ മാറ്റം, അഥവാ നാം ഇന്ന് പറയുന്ന ഇന്ത്യ ആസ് ആൻ ഐഡിയ എന്നതിൻ്റെ രൂപപ്പെടലിലേക്ക് വഴിവെച്ച പരിവർത്തനങ്ങൾ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ദേശീയത എന്ന് പറയുന്നത്, ദേശീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരിൽ നിന്നുള്ള രാഷ്ട്രീയ മോചനം എന്നതോടൊപ്പം തന്നെ ഇന്ത്യൻ ജനതയുടെ സാമൂഹികമായ നവീകരണം എന്ന ലക്ഷ്യത്തെ കൂടി ഉൾക്കൊള്ളുന്ന ഒന്നായി തീർന്നു. അപ്പൊ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട സമരം നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് ചമ്പാരൻ സത്യാഗ്രഹമാണ്. ചമ്പാരനിലെ കർഷകർക്ക് വിളവിന് വില കിട്ടണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നടത്തിയ സമരമാണ്. ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കർഷകരെന്ന് പറയുന്നത് രാഷ്ട്രീയ നിർവാഹകത്വമുള്ള ഒരു പുതിയ സാമൂഹ്യ വിഭാഗമായിട്ട് ഉയർന്നു വരുന്നത്. അതുവരെ ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ ഉന്നയിക്കപ്പെട്ട മുദ്രാവാക്യങ്ങളിൽ കർഷകരുടെ അവകാശങ്ങൾ, തൊഴിലാളികളുടെ അവകാശങ്ങൾ, ഗ്രാമീണരുടെ അവകാശങ്ങൾ എന്നതല്ല. കാന്തിയാത്തോപ്പിയുടെ ആവശ്യം തൻ്റെ നാടുവാഴിത്ത അധികാരം തിരിച്ചു കിട്ടണമെന്നാണ്. പഴശ്ശിരാജാവിൻ്റെ ആവശ്യം കുറുപ്പനാട്ട് താലൂക്കിലും പരിസര പ്രദേശത്തും കരം പിരിക്കാനുള്ള അവകാശം അമ്മാവിന് കൊടുത്തതിന് പകരം തനിക്ക് കിട്ടണമെന്നാണ്. ഇത്രയേ ഉള്ളൂ ഡിമാൻഡ്. അല്ലാതെ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകണമെന്നോ കമ്പനി മലബാർ വിടണമെന്നൊന്നും പഴശ്ശിക്ക് ആഗ്രഹമൊന്നുമില്ല. പഴശ്ശി കമ്പനിയുടെ കൂടെ ആയിരുന്നു. ടിപ്പുവിനെതിരെ കമ്പനിയും ടിപ്പുവും തമ്മിൽ യുദ്ധം നടക്കുന്ന സമയത്ത് കമ്പനിയോടൊപ്പം ചേർന്ന് ടിപ്പുവിനെതിരെയാണ് പഴശ്ശി നിലകൊള്ളുന്നത്. തർക്കം വരുന്നത് ഈ കാര്യങ്ങളിലാണ്. ഞാനതൊരു കുറവായിട്ട് പറയുകയല്ല, മറിച്ച് ഇതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ നിർവാഹകത്വം ഇന്ത്യൻ ജനതയ്ക്ക് കൈവരുന്നു. കർഷകരുടെ വിളവിന് വില കിട്ടണമെന്ന് വരുന്നു, തൊഴിലാളികൾക്ക് കൂലി വേണം എന്ന് വരുന്നു, ഉപ്പിന് നികുതി കൊടുക്കാൻ കഴിയില്ല എന്ന് വരുന്നു, സ്വദേശി വസ്ത്രം ധരിക്കണമെന്ന് പറയുന്നു, സ്വദേശി വിദ്യാഭ്യാസമാണ് വേണ്ടതെന്ന് പറയുന്നു, പ്രാദേശിക ഭാഷകളിലാണ് അറിവുണ്ടാകേണ്ടതെന്ന് പറയുന്നു. അങ്ങനെ ബഹുവിധങ്ങളായ രൂപങ്ങളിൽ ഇന്ത്യൻ ജനതയുടെ വൈവിധ്യത്തെയും വൈരുദ്ധ്യങ്ങളെയും സ്വാംശീകരിക്കുന്ന ഒരു ഇൻക്ലൂസീവ് നാഷണലിസം വികസിച്ചു വരാൻ തുടങ്ങുന്നു. ഇന്ത്യയെക്കുറിച്ച് പുതിയൊരാശയം രൂപപ്പെടുന്നത് ഏതാണ്ട് ഈ ഘട്ടത്തിലാണ്. അതിൽ 3 ഘടകങ്ങളുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന്, ഇന്ത്യ ഒരു ബഹുസ്വര സമൂഹമാണ് എന്ന ആശയം. ഏകമാനമായ ഒരു മതം കൊണ്ടോ ഏകമാനമായ ഒരു സാംസ്കാരിക മൂല്യം കൊണ്ടോ ഏകമാനമായ മറ്റെന്തെങ്കിലും ഒരു പ്രമാണം കൊണ്ടോ നിർവചിക്കാൻ കഴിയുന്ന ഒന്നല്ല ഇന്ത്യ എന്ന ആശയം 1920കൾ മുതൽ പടിപടിയായി വികസിച്ചു വരുന്നുണ്ട്. ഭാഷാദേശീയതകളെ കുറിച്ചുള്ള ഔദ്യോഗികമായ ഒരു കാഴ്ചപ്പാടായി ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തോടെ കോൺഗ്രസിൽ അത് ഉറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് 20കൾ മുതൽ വികസിച്ചു വന്ന ദേശീയ ഭാവനയുടെ ഒന്നാമത്തെ സുപ്രധാനമായ ഒരടരാണ്. രണ്ടാമത്തേത്, ഇന്ത്യ സ്വതന്ത്രമാകുന്നത് ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് മാത്രമല്ല ആകേണ്ടത്, മറിച്ച് ഇന്ത്യ അതിൻ്റെ പരമ്പരാഗതമായ ജാതിബന്ധങ്ങളിൽ നിന്ന് മുക്തമാകണം. ഇന്ത്യ അതിൻ്റെ പരമ്പരാഗതമായ ആചാരവിശ്വാസങ്ങളിൽ നിന്ന് മുക്തമാകണം. അങ്ങനെ സാമൂഹ്യ നീതിയുടേതായ ഒരു സ്വാതന്ത്ര്യ സങ്കല്പം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ അവിഭാജ്യ ഭാഗമാണ് എന്ന കാഴ്ചപ്പാട് വരുന്നു. അതുകൊണ്ട് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ ഐത്തോച്ചാടനം പ്രധാനപ്പെട്ട ഒരു പ്രധാന കാര്യപരിപാടിയായിത്തീരുന്നു. ഗ്രാമീണമായ തൊഴിലുകൾ വർദ്ധിപ്പിച്ചെടുക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യപരിപാടിയായിത്തീരുന്നു. ഖാദി പോലുള്ള പ്രവർത്തനങ്ങൾ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായിത്തീരുന്നു. ഇങ്ങനെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം എന്നതിനോടൊപ്പം സാമൂഹികമായ സ്വാതന്ത്ര്യം എന്ന വീക്ഷണം ദേശീയ സ്വാതന്ത്ര്യത്തിൽ അടങ്ങിയിരിക്കുന്നു എന്നത് ഈ 20കൾക്ക് ശേഷം വികസിച്ചു വന്ന ഒരു
സ്വാതന്ത്ര്യ സങ്കല്പത്തിന്റെ ദേശീയ ഭാവനയുടെ സുപ്രധാനമായ ഒരടരാണ്. ഒരുപക്ഷെ ഈ ഒരു അടരിന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലേക്കും ദേശീയതാ സങ്കല്പത്തിലേക്കും ഏറ്റവും അധികം കൂട്ടിയിണക്കി എന്നതാണ് അംബേദ്കറെ പോലെ ഒരാളെ നമ്മുടെ ദേശീയതയുടെ വലിയ പ്രതിനിധിയാക്കി മാറ്റുന്നത് എന്ന കാര്യം കൂടി നാം ഓർമ്മിക്കേണ്ടതാണ്. അംബേദ്കർ നേരിട്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരാളല്ല എന്ന് മാത്രമല്ല, അവസാനത്തെ വൈസ്രോയിയുടെ കൗൺസിലിൽ അംഗമായി പ്രവർത്തിച്ച ഒരാളാണ്. അങ്ങനെ അവസാനത്തെ വൈസ്രോയി കൗൺസിലിൽ അംഗമായിരുന്ന ഒരാൾ തന്നെ ആധുനിക ഇന്ത്യയുടെ സ്വതന്ത്ര ഭാരതത്തിന്റെ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാകുന്നു, ആദ്യത്തെ മന്ത്രിസഭയിലെ നിയമമന്ത്രിയായി പ്രവർത്തിക്കുന്നു എന്ന വലിയ ഒരു അകലം, വൈരുദ്ധ്യം വേണമെങ്കിൽ നമുക്ക് തോന്നാം. എങ്ങനെയാണ് വൈസ്രോയി കൗൺസിലിൽ അംഗങ്ങളിൽ ഒരാൾ സ്വതന്ത്ര ഇന്ത്യയിലെ നിയമമന്ത്രിയാകുന്നത് എന്നത് ഒരു വൈരുദ്ധ്യമാണ്. അതിനുള്ളൊരു പരിഹാരം എന്താണെന്ന് വെച്ചാൽ, സ്വാതന്ത്ര്യം എന്നതിനെ ഈ നിലയിൽ ദേശീയതയുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യ സങ്കല്പത്തിനപ്പുറത്തേക്ക് സാമൂഹികമായ സ്വാതന്ത്ര്യം എന്ന സങ്കല്പവുമായി കൂട്ടിയിണക്കുന്ന കാര്യപരിപാടിയുടെ കേന്ദ്രബിംബമായി അംബേദ്കർ മാറിത്തീർന്നു എന്നതാണ്. ഒരുപക്ഷെ അംബേദ്കറിൽ നിന്ന് കൂടിയാണ് ഗാന്ധി അടക്കമുള്ളവർ സാമൂഹിക സ്വാതന്ത്ര്യം എന്ന ആശയത്തെ സുപ്രധാനമായ ഒരു രാഷ്ട്രീയ കാര്യപരിപാടിയായി സ്വീകരിച്ചത് എന്ന് കാണാം. ഇങ്ങനെ ഏകമാനമായ ഒരു ആന്തരിക സംസ്കാരത്തെയോ മതത്തെയോ മുൻനിർത്തുന്ന രാഷ്ട്രത്തിന് പകരം ബഹുസ്വര സമൂഹം എന്ന ആശയം വരുന്നു. രാഷ്ട്രീയ സ്വാതന്ത്ര്യം എന്നതോടൊപ്പം സാമൂഹിക സ്വാതന്ത്ര്യം എന്ന ആശയവും വരുന്നു. ഒപ്പം തന്നെ ജനാധിപത്യം എന്ന് പറയുന്നത് ഭൂരിപക്ഷ ഹിതാനുസാരം നിർവഹിക്കപ്പെടുന്ന ഒരു ഭരണം മാത്രമല്ല എന്നും ഈ ഭൂരിപക്ഷ ഹിതത്തിനുള്ളിൽ ന്യൂനപക്ഷ അവകാശങ്ങളുടെ സംരക്ഷണം കൂടി ഉൾപ്പെട്ടതാണ് ജനാധിപത്യം എന്ന ആശയം വരുന്നത്. ഇങ്ങനെ ജനാധിപത്യത്തെ പുതുതായി മനസ്സിലാക്കി ബഹുസ്വര സമൂഹം എന്ന ആശയത്തെ ഉയർത്തി സ്വാതന്ത്ര്യം എന്നതിന് രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തോടൊപ്പം സാമൂഹിക സ്വാതന്ത്ര്യം കൂടിയായി വികസിപ്പിച്ചുകൊണ്ടാണ് വാസ്തവത്തിൽ 20കൾക്ക് ശേഷം നൂറ്റാണ്ടുകാലം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം വികസിച്ചു വന്നത് എന്ന് പറയാം. ഇങ്ങനെ വികസിച്ചു വന്ന ദേശീയ പ്രസ്ഥാനം മുമ്പോട്ട് വച്ച രാഷ്ട്രീയ വീക്ഷണത്തിന്റെ ആകത്തുകയാണ് ഇന്ത്യ എന്ന ആശയം. അതുകൊണ്ടാണ് ഞാൻ അതൊരു ഭൂപ്രദേശത്തിന്റെ പേരല്ല, മറിച്ച് ബഹുസ്വരമായ ഒരു സാംസ്കാരിക ഭൂമികയിൽ വിയോജിപ്പിനും വ്യത്യസ്തതയ്ക്കുമുള്ള അവകാശാധികാരങ്ങൾ നിലനിർത്തിക്കൊണ്ട് രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തോടൊപ്പം തന്നെ സാമൂഹികമായ സ്വാതന്ത്ര്യം കൂടി ഉൾക്കൊള്ളുന്ന ഒരു ജനസഞ്ചയത്തിന്റെ പാർപ്പിടമാണ് ഇന്ത്യ എന്ന. അതുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്നതിൽ ഈ ഘടകങ്ങൾ അനിവാര്യമായി ഉൾച്ചേർന്നിരിക്കുന്നു. ഈ അനിവാര്യമായി ഉൾച്ചേർന്ന ഈ ഘടകങ്ങളെയാണ് പിൽക്കാലത്ത് നമ്മുടെ ഭരണഘടന സ്വാംശീകരിക്കാൻ ശ്രമിച്ചതും ഭരണഘടന ഈ വ്യത്യസ്തതയെ അതിൻ്റെ ആദ്യ പ്രമാണമാക്കി മാറ്റിയത്. ഇന്ത്യൻ ഭരണഘടനയുടെ 1ാമത്തെ ആർട്ടിക്കിൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യ അഥവാ ഭാരതം സംസ്ഥാനങ്ങളുടെ യൂണിയനാണ് എന്നതാണ്. ഈ സംസ്ഥാനങ്ങളുടെ യൂണിയൻ എന്ന വാക്ക് ഒരു സാങ്കേതിക വാക്കല്ല, മറിച്ച് വ്യത്യസ്തങ്ങളായ സമൂഹങ്ങളും ഭാഷകളും ജീവിതക്രമങ്ങളും സംസ്കാരങ്ങളും ഒരുമിച്ച് നിൽക്കുന്ന അവ തമ്മിൽ രൂപപ്പെട്ടു വന്ന ഏകതാബോധമാണ് ഈ രാഷ്ട്രം. അല്ലാതെ ഏകതയെ നിർവചിക്കുന്ന ഏതെങ്കിലും ഒരു ആത്യന്തിക മാനദണ്ഡം കൊണ്ടല്ല ഈ രാജ്യം നിലനിൽക്കുന്നത്. ഇത് രണ്ട് കാര്യമാണ്. ഏകതയെ നിർവചിക്കുന്ന ഒരു ആത്യന്തിക മാനദണ്ഡമുണ്ട് എന്ന് നിങ്ങൾ ദേശീയതയെ സങ്കല്പിച്ചാൽ ആ മാനദണ്ഡത്തിന്റെ ഉടമകൾ ദേശത്തിന്റെ സ്വാഭാവിക അധികാരികളാകും, അല്ലാത്തവർ ദേശത്തിന് പുറത്തായിത്തീരും. അങ്ങനെ ഒരു എക്സ്ക്ലൂസീവ് നാഷണലിസം അല്ല, വ്യത്യസ്തതകളെ ഉൾക്കൊണ്ടു നിൽക്കുന്ന ഒരു ഉൾക്കൊള്ളലിന്റെ ദേശീയതാ ഭാവന വാസ്തവത്തിൽ നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട അടിത്തറകളിൽ ഒന്നാണ്. അത് ഭരണഘടനയുടെ 1ാമത്തെ ആർട്ടിക്കിളിൽ നമുക്ക് കാണുകയും ചെയ്യാം. ഞാൻ സന്ദർഭികമായിട്ട് പറയാം, ഈ ഭരണഘടനയുടെ 1ാമത്തെ ആർട്ടിക്കിളിനെ കുറിച്ചാണ് ഗോൾവൽക്കർ പറഞ്ഞത്. ഗോൾവൽക്കർ എഴുതുന്നത് അത് വിഭജനത്തിന്റെ വിത്താണ് എന്ന് ഗോൾവൽക്കർ പറയുന്നുണ്ട്. ഭരണഘടന പാസ്സാക്കപ്പെട്ട് 1949 നവംബർ 26 ഭരണഘടന അംഗീകരിക്കപ്പെട്ടതിന് തൊട്ട് പിന്നാലെ 30-നും 29-നും 30-നും ഒക്കെ ഓർഗനൈസർ എഴുതിയ മുഖപ്രസംഗങ്ങളിൽ ഇത് തികച്ചും അഭാരതീയമായ ഭരണഘടനയാണെന്നും ഇത് ഉടനീളം വൈദേശിക ആശയങ്ങൾ നിറഞ്ഞതാണെന്നും ഒരു നിലയ്ക്കും സ്വീകാര്യമല്ല എന്നുമൊക്കെ പറയുന്നുണ്ട്. അത് വാസ്തവത്തിൽ അതിലൊരു വസ്തുതയുണ്ട്. കാരണം ദേശീയതയുടെ 1ാം ഘട്ടം എന്ന് നമ്മൾ പലപ്പോഴും കരുതിപ്പോരുന്ന 20ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിലെ ദേശീയതാ സങ്കല്പം അടിസ്ഥാനപരമായി മതരാഷ്ട്രപരമായിരുന്നു എങ്കിൽ പിന്നാലെ വികസിച്ചു വന്ന ദേശീയതാ സങ്കല്പം ഈ മതരാഷ്ട്രപരമായ ഉള്ളടക്കത്തെ വലിയ തോതിൽ പുറന്തള്ളിക്കൊണ്ട് മതനിരപേക്ഷമായ ഇൻക്ലൂസീവായ സോഷ്യൽ ജസ്റ്റിസിനെ കൂടി ഉൾക്കൊള്ളുന്ന സ്വാതന്ത്ര്യ ഭാവനയെ കൂടി ചേർത്ത് വയ്ക്കുന്ന ഒരു ദേശീയതയിലേക്ക് വികസിക്കുകയുണ്ടായി.
ഈ ദേശീയ ഭാവന ഇന്ത്യൻ ഭരണഘടനയുടെയും രാഷ്ട്രസങ്കല്പത്തിന്റെയും അടിസ്ഥാനമായി തീർന്നതുകൊണ്ടാണ് 1949 നവംബർ 26 ഭരണഘടന ഔപചാരികമായി നിലവിൽ വന്നെങ്കിലും 1950 ജനുവരി 26 നമ്മളൊരു റിപ്പബ്ലിക്കായി തീർന്നത് എന്ന് വരുന്നത്. ഈ 2 മാസത്തെ കാലദൈർഘ്യം എന്ന് പറയുന്നത് 49 നവംബർ 26 നിന്ന് ജനുവരി 26 മാറ്റത്തിന്റെ പിന്നിലുള്ള കാരണം 930 ജനുവരി 26 പൂർണ്ണ സ്വരാജ്യ പ്രമേയം ദേശീയ പ്രസ്ഥാനം ഔപചാരികമായി അംഗീകരിക്കുന്നത് എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം വികസിപ്പിച്ചെടുത്ത ഇന്ത്യ എന്ന ആശയം ബഹുസ്വരമായ കർഷകർക്കും തൊഴിലാളികൾക്കും സാധാരണ മനുഷ്യർക്കും അവരവരുടെ അവകാശാധികാരങ്ങളുള്ള സാമൂഹ്യ നീതിയെ ഉൾക്കൊള്ളുന്ന ജനാധിപത്യം എന്നത് ഭൂരിപക്ഷ ഹിതത്തിനപ്പുറം വ്യത്യസ്തതകളുടെ നിലനിൽപ്പിനെ അംഗീകരിക്കാനുള്ള ആഭ്യന്തര സന്നദ്ധതയായിരിക്കുന്ന ഒരു രാഷ്ട്രഭാവനയാണ് ഇന്ത്യ എന്നതായി ദേശീയ പ്രസ്ഥാനം ഭാവന ചെയ്യപ്പെട്ടത്. അതാണ് ഭരണഘടനയിൽ റിഫ്ലക്ട് ചെയ്യുന്നത്. ഞാൻ അതിൻ്റെ ഓരോ അംശങ്ങളും എടുത്തു പറയുന്നില്ല. മറിച്ച് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ഈ നിലയിൽ വികസിച്ചു വന്ന ഒരു ദേശീയതാ ഭാവനയുടെ തുടർച്ചയാണ് എന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് ഇന്ത്യ എന്ന ആശയം ഔപചാരികമായ ഒരു സംഗതിയല്ല, അത് ദീർഘമായ ഒരു പരിണാമ പ്രക്രിയയിലൂടെ വികസിച്ചു വന്ന ആധുനിക ദേശീയ പ്രസ്ഥാനം നിർമ്മിച്ചെടുത്ത ഒരു രാഷ്ട്രീയ യുക്തി കൂടിയാണ് ഇന്ത്യ എന്ന ആശയം. അതുകൊണ്ട് അതിനെ ഒരു ഭൂപ്രദേശത്തിന്റെ പേര് എന്നതിനപ്പുറം ഒരു സോഷ്യോ പൊളിറ്റിക്കൽ കൾച്ചറൽ ഫ്രെയിം എന്ന നിലയിൽ സാമൂഹികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ ഒരു ജീവിത രൂപരേഖയായിട്ട് ഇന്ത്യയെ കാണണം എന്നതാണ് ഇന്ത്യ എന്ന ആശയത്തിന്റെ സുപ്രധാനമായ ഉള്ളടക്കം. ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ ഇന്ത്യ അതിർത്തിയാണെന്ന് കരുതി കഴിഞ്ഞാൽ അതിർത്തിയാണ് പ്രധാനമെന്ന് വരികയും മനുഷ്യർ അപ്രധാനമാണെന്ന് വരികയും ചെയ്യും. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിർത്തി വളരെ പ്രധാനമായിരിക്കുന്നു, മനുഷ്യർ തീർത്തും അപ്രധാനമായിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പത്രത്തിലുള്ള ഒരു വാർത്ത, ലോകത്തെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറിയതിനെ കുറിച്ചുള്ള കമ്പയർ ഇന്നും പത്രത്തിൽ ഞാൻ കാലത്ത് വായിക്കുകയുണ്ടായി. അമേരിക്ക, ചൈന, ജപ്പാൻ, ജർമ്മനി കഴിഞ്ഞാൽ 5ാമത്തെ സ്ഥാനത്താണ് ഇന്ത്യ. 2030 ആകുമ്പോൾ ഇന്ത്യ 3ാമത്തെ സ്ഥാനത്താകും എന്ന് പറയുന്നുണ്ട്. തൊട്ട് പിന്നാലെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, 1.5 മാസം മുമ്പ് പുറത്തു വന്ന ഓക്സ്ഫാമിന്റെ അല്ല IMFന്റെ വേൾഡ് ബാങ്കിന്റെ ആഗോള കണക്കുകളിൽ ഒന്ന് സൂചിപ്പിച്ച കാര്യം, 121 രാജ്യങ്ങളെ മാത്രം പരിഗണിച്ച് വേൾഡ് ഹങ്കർ ഇൻഡെക്സ് തയ്യാറാക്കിയപ്പോൾ ഇന്ത്യ 107ാമത്തെ സ്ഥാനത്താണ് എന്നതാണ്. അങ്ങനെ ആഗോള സാമ്പത്തിക ശക്തിയിൽ 5ാമത്തെ സ്ഥാനത്തായിരിക്കുക, പട്ടിണി സൂചികയിൽ 107ാമത്തെ സ്ഥാനത്തായിരിക്കുക. അത് 121 രാജ്യത്ത് എടുത്തതുകൊണ്ടാണ് കേട്ടോ. 190 രാജ്യങ്ങളെ കൂട്ടിയിരുന്നെങ്കിൽ നമ്മൾ 150 ആയിരുന്നു. 2021 അത് 101 ആയിരുന്നു, ഇപ്പം 107 വളർച്ചയില്ല എന്ന് പറയുന്നത്. അല്ല, വളർച്ച ഇപ്പോ ഒരു വർഷത്തിനുള്ളിൽ 120 നിന്ന് 166 ശതകോടീശ്വരന്മാര് ഇന്ത്യയിലുണ്ടായി എന്ന് മിനിയാന്ന് പുറത്തു വന്ന ഓക്സ്ഫാമിന്റെ റിപ്പോർട്ടുണ്ട്. ഓക്സ്ഫാം റിപ്പോർട്ടിന്റെ തലക്കെട്ട് ശ്രദ്ധിക്കേണ്ടതാണ്, സർവൈവൽ ഓഫ് ദ റിച്ചസ്റ്റ് എന്നാണ് തലക്കെട്ട്. അതിസമ്പന്നരുടെ അതിജീവനം എന്നാണ് ആ തലക്കെട്ട്. നോക്കൂ, 990 ഇന്ത്യയിലുള്ള ശതകോടീശ്വരന്മാരുടെ എണ്ണം 3ആണ്. 2022 ശതകോടീശ്വരന്മാരുടെ എണ്ണം 166. ഒരു പക്ഷേ 200 300 ആവുമായിരിക്കും നമ്മൾ ഭരിക്കുന്നതിന് മുമ്പ്. നമ്മളെന്താവുന്നുള്ളത് മാത്രമേ ബാക്കി ഒരു ചോദ്യം അവശേഷിക്കുന്നുള്ളൂ. ഇതല്ല ഇന്ത്യയെന്നും വിഭവാധികാരത്തിന്റെ വിതരണം പ്രധാനമാണ് എന്നും കരുതുന്ന, സാമൂഹ്യ നീതി പ്രധാനമാണെന്ന് കരുതുന്ന, വ്യത്യസ്തതകൾക്ക് നിലനിൽക്കാനുള്ള അവകാശം പ്രധാനമാണെന്ന് കരുതുന്ന, അതിനെ സംരക്ഷിക്കുന്നതാണ് ഇന്ത്യയുടെ അടിസ്ഥാന മൂല്യമെന്ന് കരുതുന്ന ഒരു ആശയം ഇന്ത്യ എന്നതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് അഹിംസ എന്ന് പറയുന്നത് വളരെ സഹജമായി ഇന്ത്യ ചരിത്രത്തിൽ ഒന്നും കാണാൻ കഴിയില്ലെങ്കിലും അഹിംസയുടെ ആദർശത്തെ രാഷ്ട്രത്തിന്റെ ആദർശമായി നമ്മൾ ഏറ്റെടുക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യത്തെ കയ്യെഴുത്ത് പ്രതിയിലെ 1ാമത്തെ ചിത്രം അശോക സ്തംഭമാണ് എന്നതും, ഇന്ത്യയിലെ ഔദ്യോഗിക ചിഹ്നം അശോകൻ സ്ഥാപിച്ച സാരനാഥത്തിലെ സ്തംഭത്തിന് മുകളിലെ സിംഹങ്ങളാണ്, ധർമ്മസിംഹങ്ങളാണ് എന്നതും, ധർമ്മചക്രമാണ് നമ്മുടെ ദേശീയ പതാകയിൽ 24 ആരക്കാലുകളോടെ നിലനിൽക്കുന്നത് എന്നതും ഒരു യാദൃച്ഛിക കാര്യമല്ല. ഏത് പാരമ്പര്യമാണ് എടുക്കേണ്ടത്, ഏതിനെയാണ് വിടേണ്ടത് എന്നതാണ്. ഇന്ത്യ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും അഹിംസ ഒരു സ്വാഭാവിക മൂല്യമായിട്ട് നിലനിന്നിട്ടില്ല. പക്ഷേ അങ്ങനെ നിലനിന്നിട്ടില്ലെങ്കിലും ഇങ്ങനെ ഒരു അംശത്തെ ദേശീയതയുടെ അടിസ്ഥാനമാക്കണമെന്ന് കരുതുന്നതിൻ്റെ
രാഷ്ട്രീയ യുക്തി ബ്രാഹ്മണ്യത്തിന്റെ ജാതി ബന്ധങ്ങളും ജാതിയുടെ വിവേചന ക്രമങ്ങളും സാമൂഹ്യ സാമ്പത്തിക അസമത്വങ്ങൾക്കും അപ്പുറം പോകുന്ന ഒരു പാരമ്പര്യത്തെ ഭൂതകാലത്തിൽ നിന്ന് കണ്ടെടുത്ത് രാഷ്ട്രത്തിന്റെ ഭൂതം അതാണ് എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ഒരു ശ്രമം കൂടി വാസ്തവത്തിൽ അതിലുണ്ട്. അതുകൊണ്ട് ഇന്ത്യ എന്ന ആശയത്തിൽ വളരെ വലിയ സാമൂഹ്യവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ മൂല്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അവ കൂടി ചേർന്ന ഒരു ദേശസംജ്ഞയായിട്ടാണ് ഇന്ത്യ എന്ന പദം നിലനിൽക്കുന്നത്. ആ ദേശസംജ്ഞയാകട്ടെ നിശ്ചയമായും ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇന്ത്യ എന്ന പദത്തിന്റെ തന്നെ ആന്തരികമായ ബഹുസ്വരതയെ എന്നതുപോലെ പിൽക്കാല ഇന്ത്യയിലെയും ബഹുസ്വരതയെ ഉൾക്കൊള്ളുന്ന ഒരു വാക്കാണ്. അതുകൊണ്ട് ഇന്ത്യ എന്ന വാക്കിലേക്ക് നോക്കുമ്പോൾ പൗരാണികമായ ക്രിസ്തുവിനും 6 നൂറ്റാണ്ട് മുമ്പ് തുടങ്ങുന്ന ഒരു ചരിത്രത്തിൽ നിന്ന്, ഒരു സന്ദർഭത്തിൽ നിന്ന് 21ാം നൂറ്റാണ്ടിലേക്ക് വരെയുള്ള തുടർ ജീവിതത്തിൽ നോക്കിയാൽ നിങ്ങൾ ആ വാക്കിൽ കാണുന്ന മൗലികമായ ഒരു സാധ്യത അത് ബഹുത്വത്തിൻ്റെയും ബഹുസ്വരതയുടെയും കൂടിക്കലരലിൻ്റെയും പങ്കുവയ്പ്പിൻ്റെയും ഒക്കെയാണ്. ഇതിന് വിപരീതമായ ഒരു ക്രമത്തിലേക്ക് രാഷ്ട്രത്തെ വഴിതിരിച്ചു കൊണ്ടുപോകാനുള്ള വളരെ ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുന്ന ഒരു ഘട്ടമാണ് നമ്മുടേത് എന്നതുകൊണ്ടുകൂടിയാണ് ഈ വാക്കിൻ്റെ ഉള്ളിൽ ഇത്രയും ചരിത്രം ഉള്ളടങ്ങിയിരിക്കുന്നു എന്ന് നാം കുറച്ചുകൂടി ഉറപ്പോടെ മനസ്സിലാക്കേണ്ടത് എന്നാണ് ഞാൻ പറയുന്നത്. ഇനി ഈ അവതരണത്തിൻ്റെ രണ്ടാമത്തെ ഒരു ഭാഗം അത് താരതമ്യേന അതിദീർഘമായ ഒരു പ്രമേയമാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കാതെ അതിൻ്റെ ഒരു രൂപരേഖ മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അത് ഇന്ത്യ ചരിത്ര വിജ്ഞാനം എന്താണ്, ഇന്ത്യ എന്ന ഈ ദേശീയ ഭാവനയിൽ ഇന്ത്യ ആസ് ആൻ ഐഡിയ എന്നതിൽ എങ്ങനെയാണ് ഇടപെട്ടത്, അതിൻ്റെ സാധ്യതകൾ എന്തായിരുന്നു, അതിൻ്റെ പരാധീനതകൾ എന്തായിരുന്നു, ഇന്ന് നമുക്ക് എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കാൻ കഴിയുക. ഈ ഒരു ചോദ്യമാണ് ഒരുപക്ഷെ ഈ പ്രശ്നത്തിൻ്റെ മുൻപിൽ ഈ അവതരണത്തിൻ്റെ രണ്ടാം ഭാഗത്ത് എനിക്ക് ഉന്നയിക്കാനുള്ളത്. ഒന്നാമതായി കാണേണ്ട കാര്യം, ചരിത്രം എന്ന് പറയുന്നത് ഒരു ആധുനിക ജ്ഞാനരൂപമാണ്. നമുക്കൊക്കെ അറിയാം. ചരിത്രത്തെക്കുറിച്ചോ ഭൂതകാലത്തെക്കുറിച്ചോ എല്ലാ സമൂഹങ്ങളും അവരവരുടേതായ വീക്ഷണങ്ങളും ആഖ്യാനക്രമങ്ങളും കൊണ്ടു നടന്നിരുന്നു. ഇന്ത്യയിലും അതുണ്ടായിരുന്നു. നാരസംസികളായിട്ടോ അല്ലെങ്കിൽ ചരിതങ്ങളായിട്ടോ വംശാവലി കാവ്യങ്ങളായിട്ടോ ഇതിഹാസ കഥനങ്ങളായിട്ടോ ഒക്കെ ഭൂതകാലത്തെ പല രൂപത്തിൽ ഇന്ത്യയിലെ രചനാ പാരമ്പര്യം രേഖപ്പെടുത്തി വച്ചിരുന്നു. പക്ഷേ ചരിത്രമെന്ന് നാം ഇന്ന് നിഷ്കൃഷ്ടമായ അർത്ഥത്തിൽ പറയുന്നത് ഭൂതകാലത്തിന്റെ മുദ്രകൾ പതിഞ്ഞു കിടക്കുന്ന ഇത്തരം രചനാരൂപങ്ങളെ കുറിച്ചല്ല, മറിച്ച് കാലക്രമത്തിൽ കാര്യകാരണ ബന്ധത്തോടെ ഭൂതകാല സംഭവങ്ങളെ വിന്യസിക്കുന്ന ആധുനികമായ ഒരു ജ്ഞാന പദ്ധതിയാണ് നമ്മൾ ചരിത്രം എന്ന് പറയുന്നത്. രണ്ട് കാര്യങ്ങൾ അതിൽ പ്രധാനമാണ്. ഭൂതകാല സംഭവങ്ങളെ കാലക്രമത്തിലും കാര്യകാരണ ബന്ധത്തോടെയും വിശദീകരിക്കുന്ന ഒരു ജ്ഞാന പദ്ധതി എന്ന് ചരിത്രത്തെ നമുക്ക് സാമാന്യമായിട്ട് പറയാം. അത്തരത്തിലുള്ള ചരിത്രരചനാ രീതിയിലേക്ക് ഇന്ത്യ ചെന്ന് വീഴുന്നത് 19ാം നൂറ്റാണ്ടിലാണ്. ബ്രിട്ടീഷ് ഭരണ പ്രക്രിയകളുടെ ഭാഗമായി ഇന്ത്യയിൽ വന്ന ബ്രിട്ടീഷ് അധികാരികൾ ഇന്ത്യയെ ഭരിക്കണമെങ്കിൽ, ഇന്ത്യക്ക് വേണ്ടുന്ന നിയമാവലികൾ ഉണ്ടാക്കണമെങ്കിൽ ഇന്ത്യയെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന ഒരു കാഴ്ചപ്പാടോടെ ഇന്ത്യയുടെ ഭൂതകാലത്തെക്കുറിച്ച് പഠിക്കുകയും ഇവിടുത്തെ നിയമാവലികൾ എന്തൊക്കെയാണെന്ന് ആലോചിക്കാൻ ശ്രമിക്കുകയും അതിനെ മുൻനിർത്തി ഇന്ത്യൻ ഭരണ സംവിധാനത്തിൻ്റെ ചട്ടക്കൂടുകളും കാര്യകാരണക്രമങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ സാമ്രാജ്യത്വപരമായ ഭരണനിർവഹണത്തിൻ്റെ താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഇന്ത്യയിലെ കൊളോണിയൽ ഉദ്യോഗസ്ഥന്മാര്, ബ്രിട്ടീഷ് ജഡ്ജിമാര്, ഇന്ത്യയിലേക്ക് വന്ന ചില ചരിത്രകാരന്മാര്, മിഷണറിമാരായിട്ട് ഇവിടെ വന്നു ചേർന്ന ആളുകൾ, ഇങ്ങനെ ഒരു വിപുല വൃന്ദം ഇന്ത്യയുടെ ഭൂതകാലത്തെ പഠിക്കാൻ ശ്രമിക്കുന്നതാണ് നാം 19ാം നൂറ്റാണ്ടിൽ കാണുന്ന ഒരു ധാര. സാമാന്യേന നമുക്കതിന് ഇമ്പീരിയലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയാം. സാമ്രാജ്യവാദപരമായ ചരിത്ര വിജ്ഞാനം. അതിൻ്റെ വിശദാംശങ്ങളൊന്നും ഇപ്പോൾ വിശദീകരിക്കാൻ സമയക്കുറവുണ്ട്. എന്താണ് ഇമ്പീരിയലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫി ചെയ്തത് എന്ന് ചോദിച്ചാൽ, പൊതുവെ പറഞ്ഞാൽ മൃതപ്രായമായ ഒരു സംസ്കാരത്തിൻ്റെ പിടിയിൽ നിന്ന് ഇന്ത്യൻ ജനതയെ ആധുനിക പരിഷ്കൃതിയിലേക്ക് നയിക്കുക എന്ന ധർമ്മമാണ് തങ്ങൾ നിറവേറ്റുന്നത് എന്ന് വാദിച്ചുറപ്പിക്കാൻ പോകുന്ന മട്ടിൽ ഇന്ത്യയുടെ ഭൂതകാലത്തെ ക്രമപ്പെടുത്തുകയാണ് പൊതുവെ സാമ്രാജ്യത്വ ചരിത്രകാരന്മാർ ചെയ്തത്.
രണ്ട് മൂന്ന് ആശയാവലികൾ അതിൻ്റെ ഭാഗമായിട്ട് വന്നു. അതിലൊന്ന്, ഇന്ത്യയുടെ ഭൂതകാലം അപരിഷ്കൃതമായ അന്ധവിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും മതവിദ്വേഷത്തിൻ്റെയും ഒക്കെ പിടിയിൽപ്പെട്ട ഒന്നായിരുന്നു എന്നതാണ്. 1818 ജെയിംസ് മിൽ ആദ്യത്തെ ആധുനിക ഇന്ത്യ ചരിത്രം എന്ന് വിളിക്കപ്പെടുന്ന ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എഴുതുന്നത്. അതിൽ ഇന്ത്യയുടെ ഭൂതകാലത്തെ അദ്ദേഹം 12ാം നൂറ്റാണ്ട് വരെ ഹിന്ദു പീരീഡ് എന്നും 17ാം നൂറ്റാണ്ട് വരെ മുസ്ലിം പീരീഡ് എന്നും വിളിച്ചതിന് ശേഷം 17 മുതലുള്ള നൂറ്റാണ്ടുകളെ അദ്ദേഹം ബ്രിട്ടീഷ് പീരീഡ് എന്നാണ് വിളിച്ചത്. കൗതുകമുള്ളൊരു പേരിടലാണ്. കാരണം ആദ്യത്തെ 2 ഘട്ടങ്ങളും ഭരണാധികാരികളുടെ മതത്തെ മുൻനിർത്തി പേരിട്ടു എങ്കിൽ അതേ യുക്തിയുടെ 3ാമത്തെ ഘട്ടത്തിന് ഇടേണ്ട പേര് ക്രിസ്ത്യൻ പീരീഡ് എന്നാണ്, പക്ഷെ ബ്രിട്ടീഷ് പീരീഡ് എന്നാണ്.